കോൺഗ്രസ് നേതാവ് ജോയി തോമസ് നടത്തിയത് കൊലവിളി പ്രസംഗമെന്ന CPM ഏരിയ കമ്മിറ്റി. ധീരജ് വധക്കേസ് പ്രതികളെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തിനെതിരെ കടുത്ത പ്രതിഷേധം. അക്രമം തുടർന്നാൽ ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പ്. ജോയി തോമസ് കോടികളുടെ അഴിമതിയാണ് കൺസ്യൂമർ ഫെഡ് വഴി നടത്തിയതെന്നും നേതാക്കൾ ആരോപിച്ചു. കോൺഗ്രസ് നേതാവ് ജോയി തോമസ് നടത്തിയ പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനവുമായി CPM. ചെറുതോണിയിൽ നടന്ന യോഗത്തിൽ ജോയി തോമസ് നടത്തിയത് പരസ്യമായ കൊലവിളി പ്രസംഗമാണെന്ന് CPM ഇടുക്കി ഏരിയ കമ്മിറ്റി ആരോപിച്ചു. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ പ്രതികളെ സംരക്ഷിക്കുമെന്നും അധികാരത്തിൽ വന്നാൽ കേസ് പുനഃപരിശോധിച്ച് അട്ടിമറിക്കുമെന്നുമുള്ള പ്രസ്താവന ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ചെറുതോണിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. UDF ഭരണകാലത്ത് കൺസ്യൂമർ ഫെഡ് ചെയർമാനായിരുന്നപ്പോൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് ജോയി തോമസ് എന്നും സ്വന്തം അഴിമതികൾ മറയ്ക്കാനും അധികാരത്തിലെത്താനും ഇത്തരം ഹീന രാഷ്ട്രീയം സ്വീകരിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ധീരജ് വധക്കേസിലെ പ്രതിയായ നിഖിൽ പൈലിയെ പൊതുപരിപാടികളിൽ പങ്കെടുപ്പിച്ച് കോൺഗ്രസ് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണെന്നും കാമാക്ഷി പഞ്ചായത്തിലെ വികസന സെമിനാറിൽ ഇയാളെ പങ്കെടുപ്പിച്ചത് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണെന്നും നേതാക്കൾ പറഞ്ഞു. ആ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ആ കേസിലെ പ്രതികളാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ആ പ്രതികളെ കോൺഗ്രസ് ഏത് നിലയിലാണ് സംരക്ഷിക്കുന്നത്? ഇപ്പോഴാണ് ഇവിടെ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇവിടെ സർക്കാർ പരിപാടികളിൽ വരെ പങ്കെടുപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസ് തരം താഴുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായ കാര്യമല്ല. എന്നുവെച്ചാൽ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനു പിന്നാലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ LDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടക്കുന്നതായും വാഴത്തോപ്പ് പഞ്ചായത്തിൽ CCTV ഓഫ് ചെയ്ത ശേഷം LDF നേതാക്കളെ ആക്രമിച്ചതും ഇതിന് ഉദാഹരണമാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇനിയും LDF പ്രവർത്തകരെ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ ശക്തമായി പ്രതിരോധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തുമെന്നും കൊലവിളി പ്രസംഗം നടത്തിയ ജോയി തോമസിനെതിരെ പോലീസ് അടിയന്തരമായി കേസെടുക്കണമെന്നും CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ധീരജ് രാജേന്ദ്രന് നീതി ലഭിക്കാനുള്ള നിയമ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കി. ചെറുതോണിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ, ഏരിയ സെക്രട്ടറി PB സബീഷ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി.